ഹലോ എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതേ റിലേഷൻഷിപ്പ് തന്നെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്ക് വളരെ സാഡ് ആണ് അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആണ് എന്നുള്ള ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഏത് വിധേനയും അറിയിക്കും എന്നുള്ളതാണ്. ഇതിനായിട്ട് പല കാര്യങ്ങളും ചെയ്യും. അവരോട് ഡയറക്റ്റ് പറയും, അല്ലെങ്കിൽ അവരെ നിരന്തരം ചേസ് ചെയ്തുകൊണ്ടിരിക്കും, മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് നിരന്തരം അവർക്കൊരു ഹെഡേക്ക് ആവുന്ന രീതിയിൽ അവരെ കോണ്ടാക്ട് ചെയ്യുമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ സാഡ് സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമോഷൻ അവരെ അറിയിക്കും എന്നുള്ളതാണ് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുക. കാരണം നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ഗസ് കിട്ടും. അവർക്കൊരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ നിങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാനുള്ള ഒരു കൗതുകമോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ആ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചത് എന്താണ്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ അതൊന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലോചനയിലേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പോകില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, സോ ഇങ്ങനെ നിങ്ങളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഹിന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കറക്റ്റായി നിങ്ങളത് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു സ്പേസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് അവരെ നിരന്തരം ചേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക. ഈ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് ഒക്കെ ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാന്നുള്ളതാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന സമയത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈൻഡ് ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് അറിയില്ല, ഒരു പേഴ്സന്റെ സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഗൈഡൻസ് സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക. ഈ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കുള്ള ഒരു ഫിയർ ആണ്, നോ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ അവർ പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാതെ ആവുമോ എന്നുള്ളൊരു ഫിയർ. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ കൃത്യമായി ആദ്യമേ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്റ്റിൽ പോകുന്നത് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. അപ്പൊ ആ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു സംസാരമോ അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാതെയാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിലാണ് അവിടെ പ്രശ്നം പറ്റുക. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പൊ നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായി അവരോട് ഒരു തവണയെങ്കിലും സംസാരിക്കുക. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിൽ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്നുള്ള കാര്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമതായിട്ട് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് കൃത്യമായി നിങ്ങൾക്ക് വർക്കൗട്ട് ആകണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഇതെല്ലാത്തിൻ്റെയും ഒരു അവസാനമാണ്, അല്ലെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല, ഇനി ഒരാളെ പ്രണയിക്കില്ല, അല്ലെങ്കിൽ അതേ റിലേഷൻഷിപ്പ് വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതേ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയായിരിക്കും അത് സംഭവിക്കുക. പക്ഷെ അതേ റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് വർക്കൗട്ട് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളതിന് ഡിസേർവ് ആണ് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതെല്ലാത്തിൻ്റെയും ഒരു അവസാനമാണ്, ഇനി റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല, അങ്ങനെയുള്ള ഒരു സഡൻ തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്,
നമ്മൾ ചെയ്യേണ്ട കാര്യം. ആൻഡ് ഫൈനലി സ്റ്റേ ബിസി. നമ്മളെപ്പോഴും ഒരു ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊന്നിലും എൻഗേജ്ഡ് ആവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ആഫ്റ്റർ ബ്രേക്കപ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ഇമോഷൻസ്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു കാര്യത്തിലും ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമുക്ക് തന്നെ സ്വയം മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലൈഫിൽ കുറെ കൂടി നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ സ്റ്റേ ബിസി എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നമുക്ക് പോകാൻ സമയം ഉണ്ടായിരിക്കില്ല, കാരണം നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ ആഫ്റ്റർ ബ്രേക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സ്റ്റെപ്സ് ആഫ്റ്റർ ബ്രേക്കപ്പ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ അതേ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടായിരിക്കും, ഒരു ചിന്ത ഉണ്ടായിരിക്കും, ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അത് വെച്ചായിരിക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഷുവറാണ്. എനിവേസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.